വെള്ളരിൻ്റെ വിത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 5 വിത്തുകളാണ് നടുന്നത്. തടത്തിൽ വെള്ളരിക്ക തൈ മുളച്ച് വരുമ്പോൾ അതിൽ ശക്തിയുള്ള തൈ മാത്രം തടത്തിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ പറിച്ച് മാറ്റുന്നതായിരിക്കും. ഇത് നമ്മൾ മുമ്പ് നട്ടിരുന്നൊരു തെങ്ങാണ്. അത് കേടായി പോയതുകൊണ്ട് നമ്മളതിൻ്റെ ചോട്ടിലാണ് നടുന്നത്. നട്ട തൈയാണിത്. ഇത് നമ്മൾ നേരത്തെ നട്ട വെച്ച തൈയായിരുന്നു കേട്ടോ. അതിൽ കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തൈ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ. ഈച്ച ഒന്നും കുത്താണ്ടിരിക്കാൻ വേണ്ടി നമ്മളതിനെ ചേമ്പിൻ്റെ ഇല വെച്ച് മൂടിയിരിക്കുകയാണ്. ഈച്ച കുത്തിക്കഴിഞ്ഞാൽ വെള്ളരിക്കയ്ക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അതുപോലെ വേഗം ചീഞ്ഞും പോകും. വെള്ളരിക്ക നടുന്നത് കുംഭമാസത്തിലാണ്. എല്ലാ മാസങ്ങളിലും നടാം, എങ്കിലും കുംഭമാസത്തിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിൻ്റെ ഇടകളിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളരികൾ ഉണ്ടായി വരുന്നുണ്ട്. വെള്ളരി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലത്തെ വൈകുന്നേരത്തെ വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ വെള്ളരിക്ക നടാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ടെറസിൽ നട്ട വെള്ളരി കാണിച്ചു തരാം. നമ്മൾ മാവ് നട്ട ഡ്രമ്മാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ വെള്ളരിക്ക നട്ട് കൊടുത്തിരിക്കുന്നത്. നട്ട് വള്ളി വെച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളതിന് കോഴി വളവും ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഞായറാഴ്ചകളിൽ നമ്മൾ ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആഴ്ച കിടക്കുന്ന വെള്ളരിക്ക നമുക്ക് ഞാൻ കാണിച്ചു തരാം. മൂന്നെണ്ണം ചെറുതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ വെള്ളരി വളമെടുക്കാനായിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനവും ലൈക്കുമാണ് നമ്മളെപ്പോലെയുള്ള കുട്ടി കർഷകർക്ക് പ്രചോദനം നൽകുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവില്ലേ? നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കൂടാതെ കമൻറ്റുകളും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.